ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, കാരുണ്യം കാണിക്കാത്തവരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാകുമെന്ന് യാക്കോബ് ശ്ലീഹ ലേഖനത്തിലെ 2 13 തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. എങ്ങനെ കരുണ കാണിക്കാം? ഈശോ അന്ത്യവിനാഴികയിൽ നല്ല കള്ളനോട് എല്ലാ പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് നീ ഇന്ന് എന്നോടുകൂടി പറുദീസായി ആയിരിക്കും എന്ന് പറഞ്ഞ ആ തിരുവചനങ്ങൾ, ആ മനസ്സിന്റെ വിശാലത, തന്നെ ഉപദ്രവിച്ചവരെല്ലാം ചുറ്റും നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഈശോ പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഈശോ ഫൗസ്റ്റീനെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. വിശുദ്ധിയോട് പറഞ്ഞു, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈ പ്രാർത്ഥന ആവർത്തിക്കുക 3 മണി നേരത്ത്. പ്രിയപ്പെട്ടവരെ, കാരുണ്യം അത് പഠിപ്പിക്കുന്ന യാക്കോബ് ശ്ലീഹ ചില സത്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം. മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ കരുണ നിറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. നമുക്ക് കരുണയുടെ സന്ദേശവാഹകരാകാം. ദൈവത്തിന്റെ കൃപ എല്ലാവരിലും നിറയട്ടെ. ആമേൻ.